ഹലോ ഗായ്സ്, ഇതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായ ഒരു ദിവസമാണ്. കാരണം 3 വർഷം മുന്നേ ഉള്ള ഒരു ദിവസമായിരുന്നു എൻ്റെ അനിയത്തി. ഈ ദിവസമാണ് എൻ്റെ അനിയത്തി എന്നെ ഇട്ടിട്ട് പോയത്. അപ്പോൾ ഇന്ന് 3 വർഷമാവും. അപ്പം അവരുടെ ആ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഉസ്താദിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ കത്ത് ഓതാനും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി. ഇന്ന് 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആ ഉസ്താദിനെ വിളിച്ചേക്കുന്നത്. എല്ലാ വർഷവും നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഫുഡ് കൊടുക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വേട്ട നമുക്ക് സ്കൂളുകളൊന്നും അവധിയാണ്. ഇവിടെ ഒരു ഓട്ടിസം സെൻ്റർ ഉണ്ട്, അവിടെ പൊതുവെ കൊടുക്കുന്നത്. ഇപ്പോൾ അതൊന്നും കൊടുക്കാൻ നടക്കാത്തത് കൊണ്ട് നമ്മുടെ വീട്ടിലുള്ളവർ മാത്രം ചെറിയൊരിതുപോലെ ഉസ്താദിനെ വിളിച്ചിട്ട് പോകാമായിരുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ നിങ്ങളെയും കൂടെ ആ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താം. നിങ്ങളെല്ലാവരും എനിക്ക് എപ്പോഴും ഞാൻ എൻ്റെ പറയുന്ന പോലെ നിങ്ങൾ എൻ്റെ കുടുംബം പോലെ. അപ്പം നിങ്ങളെ എൻ്റെ വീട്ടിൽ കിടക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ കാണിക്കണമല്ലോ ഞാൻ. അപ്പം നമുക്ക് ഇന്നത്തെ ഈ രാവിലെ മുതലുള്ള എല്ലാ റൊട്ടീൻസും നിങ്ങളെ കാണിച്ചു തരാവേ. അപ്പോൾ രാവിലെ തന്നെ അത്ത ബീഫ് മേടിച്ചുകൊണ്ട് വന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട് ബീഫൊക്കെ. അപ്പോൾ നമുക്കത് വെച്ച് ബീഫും പൊറോട്ടയും നമുക്ക് ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ രാവിലെ തന്നെ ബീഫ് മേടിച്ചുകൊണ്ട് അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കും അത്ത. അപ്പം അമ്മായിപ്പനും മരുമാനോടെ നിന്ന് എല്ലാം ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുക. ആ സമയത്ത് നമ്മുടെ കുഞ്ഞാപ്പ് ഭയങ്കര തിരക്കില്ല. അവൻ എപ്പോഴും ഒരു ഫോണിക്കളി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിന്ന് ഉച്ചയ്ക്ക് കിട്ടിയത് ചൂരമീനായിരുന്നു. അപ്പോൾ അമ്മ അത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കടെ പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പണി തരാൻ വേണ്ടി സവാളയൊക്കെ അരിഞ്ഞു ഇറക്കി വെച്ചേക്കുക. ആ സമയം കൊണ്ട് അമ്മ ഇറച്ചിയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുക. അപ്പം ബീഫ് ആയതുകൊണ്ട് തന്നെ നല്ല ചോരമായ ഉള്ളതാണ്. അപ്പം കുറേശ്ശെ കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ടിരിക്കുക. ആ സമയം കൊണ്ട് അത്ത എൻ്റെ അടുപ്പ് കൂട്ടുകയാണ്. നമ്മൾ വെളിയിൽ അടുപ്പ് കൂട്ടുന്നത്. ഉച്ചക്കത്തേക്കുള്ള മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അമ്മയുടെ അവിയൽ അടുപ്പേ ഇരിക്കുന്നേ ഉള്ളൂ. ഹലോ ഗായ്സ്, ഇതാണ് നമ്മുടെ ആയുധം. ഇതാ നമ്മൾ അമ്മ ഇളക്കിക്കൊണ്ടിരിക്കുവാണ്. കണ്ടോ ഗായ്സ്, വീശുന്നുണ്ട് ഗായ്സ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ ഉള്ളി വഴറ്റി കഴിയുമ്പോൾ അതിനകത്ത് ഇടാൻ വേണ്ടി വെച്ചേക്കുമായിരുന്നു. വേണ്ട, വെണ്ണയൊക്കെ മൂക്കണം. എന്നും സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അത്ത ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീശറി കൊണ്ട് വീശുവാണ് പുക വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പുറത്തിറക്കി വെക്കാം. അപ്പോൾ നമ്മൾ ഇറച്ചിക്കറിയൊക്കെ ഇറക്കി അകത്തോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉച്ചക്കത്തേക്കുള്ള അവിയലൊക്കെ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കുക്കറിൽ നിന്ന് എടുത്തിട്ട് ചട്ടിയിലോട്ട് മാറ്റി അവിയൽ, പിന്നെ മീൻകറി, പിന്നെ അതുകൂടാതെ നമുക്ക് ചൂരമീൻ അതും വറുത്തു. ആ ചച്ചിക്ക് പുറത്ത് പോകുന്നുണ്ട്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പൊറോട്ട കഴിക്കാത്ത ആരുണ്ട്, അവർക്ക് വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഒരു കവർ ചപ്പാത്തി കടയിൽ നിന്ന് മേടിച്ചത്. അപ്പോൾ അത് പൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ്. പണിയൊക്കെ തീർന്നപ്പോൾ തന്നെ നല്ല വിഷമം. അപ്പോൾ ചോറൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടി ഞാനും അമ്മയും കൂടി ഇരിക്കുക. അപ്പോൾ തന്നെ 2:30 പെട്ടെന്ന് വാരി വീഴുകയും കഴിക്കുമായിരുന്നു ഉസ്താദ് വരുന്നതിന് മുന്നേ. പൊറോട്ട ഇതായി മേടിച്ചുകൊണ്ട് വന്നാൽ അതിൻ്റെ കൂടെ പാല് വേണമായിരുന്നു, അതും മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതെല്ലാം എടുത്ത് വെക്കുക അത്ത. അപ്പോഴത്തേക്ക് അച്ചാച്ചിയും കുഞ്ഞാപ്പും അത്തായും കൂടെ പോയത്. അപ്പോൾ എല്ലാവരും വന്നു. ഇനിയിപ്പോൾ ഉസ്താദ് വന്നിട്ടുണ്ട്. നേരത്തെ ഉസ്താദ് വന്നായിരുന്നു. നമ്മളിപ്പോൾ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കും. അപ്പോൾ എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കൂടുതലും മേടിച്ചത് നമ്മൾ. അങ്ങനെ ആ ചപ്പാത്തിയും പൊറോട്ട ആരെങ്കിലും കഴിക്കാത്തവരുണ്ടെങ്കിൽ ചപ്പാത്തി കഴിക്കട്ടെന്ന് മേടിച്ച് അതും മേടിച്ചത്. അപ്പോൾ എല്ലാ പരിപാടിയും ഒതുക്കി എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് കുറേ പേര് ഇങ്ങ് വന്നു. അപ്പോൾ എൻ്റെ പൈസയിലും കുഞ്ഞാപ്പുവാണ് വരുന്നത്. ദുആരൊക്കെ നിന്നും വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ കഴിക്കാനിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ബെല്ലൈക്കൺ അമർത്തുക. ബൈ ബൈ.